അല്ല, നമ്മൾ കറക്റ്റ് സ്ഥലത്ത് തന്നെയാണോ വന്നത്? അന്ന് വന്നപ്പോൾ പ്രേതാലയം പോലെ ആയിരുന്നു. ഇപ്പോൾ ഹൈടെക് സിറ്റിയായി മാറിയല്ലോ. ലോക്കൽ കാർ ഫോറിൻ കാറായി മാറി. ബാനർ വർക്ക്സ് ഒക്കെ ഗാർമെന്റ് വർക്ക്സ് ആയി മാറിയിരിക്കുന്നു. ഏയ് ആരാടാ നീയൊക്കെ? അല്ല, ബോസ് വരാൻ പറഞ്ഞു. പെർമിഷൻ ഒന്നുമില്ല, വിടാൻ പറ്റില്ല. ഒന്ന് വിടന്നേ, ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. മനസ്സിലാവില്ലേ? അതുപോലെ എങ്ങനെ? ആരാ നിങ്ങള്? എന്താ നിങ്ങൾക്ക് വേണ്ടത്? സർ, അത് BR പ്രൊമോട്ടേഴ്സിന്റെ ഓണർ നിങ്ങൾ തന്നെയല്ലേ സർ? അല്ലല്ലോ, അത് വേറെ ആളാ. അയാളുടെ സ്ഥലത്ത് ഞാൻ ബിസിനസ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. സർ, അത് സ്വർഗഭൂമിയിൽ ഫ്ലാറ്റ്സ് തരാമെന്ന് പറഞ്ഞ് പണം വാങ്ങിയിരുന്നു. അതാ ഞാൻ നിങ്ങളോട് എത്ര ദിവസമായിട്ട് പറയുന്നു, ഒരു ബോർഡ് എഴുതി വെച്ചൂടെ? പോലീസൊരു കംപ്ലൈന്റും കൊടുത്തേക്ക്. ഓക്കെ സർ. നോക്കു മോനെ, അയാൾ വേറെ, ഞാൻ വേറെ. സർ, ഒരു മിനിറ്റ്. എല്ലാം ചേഞ്ച് ചെയ്തു, പക്ഷേ കാർ നമ്പർ ചേഞ്ച് ചെയ്തില്ല. എന്തേ? ഈ 123 കാർ നമ്പർ സെന്റിമെന്റ് ആണോ സർ? മനസ്സിലായില്ല. നീ എന്താണ് എന്നെ വിരട്ടാൻ നോക്കുവാണോ? വരട്ടാൻ നോക്കുവല്ല സർ, എന്നെ വിശ്വസിച്ച് പണം തന്നവരാ അവര്. ഇവരെ പിടിച്ച് പുറത്താക്കടോ. ഞങ്ങളെ തല്ലറായോടാ. ഞാൻ ജിമ്മിൽ പോയിട്ട് വരാം, നിനക്ക് കാണിച്ചു തരാം. ഞാൻ ആരാ നിനക്ക് അറിയില്ല. ചെവി നുള്ളിക്കോ, നിനക്ക് ഞാൻ കാണിച്ചു തരാം. അയ്യേ, ഇതിന് നീ പോരാ, നിന്റെ ഏട്ടൻ ശിവയുണ്ടല്ലോ, ഇതിന് കറക്റ്റ്. എന്താണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? കളിയടാ. ആരാടാ കണ്ണൂടെ ഗ്ലാസ് യാത്ര? അയ്യോ, പോലീസ് ഓഫീസർ അറിയാതെ പറഞ്ഞു പോയതാണ് സാർ. നിന്റെ ഓണറോട് വരാൻ പറ. എന്തിനാ സാർ? കാരണം പറഞ്ഞാലേ നീ വിളിക്കുള്ളൂ. അയ്യോ വേണ്ട, അവനോട് പറഞ്ഞാൽ മതി. ചായ കുടിക്കുന്നോ സാർ? സോപ്പിട്ടത് മതി, പോയി വിളിക്കടാ. എന്റെ ഫ്രണ്ടാ, പോലീസിലാ, എന്നെ കാണാൻ വന്നതാ. ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സാ. നീ എന്തിനാ ആരെങ്കിലും ഒന്ന് മിണ്ടിയാലുടനെ വന്ന് പോലീസ് കംപ്ലൈന്റ് ചെയ്യുന്നേ? BR പ്രൊമോട്ടേഴ്സിന്റെ MD വേറെ, AB എക്സ്പോർട്ട് ഗാർമെന്റ്സിന്റെ MD വേറെ. അതുകൊണ്ട് കംപ്ലൈന്റ് തിരിച്ചു വാങ്ങിയേക്ക്. വാങ്ങിച്ചോ സാർ? അല്ല, കംപ്ലൈന്റ് തിരിച്ചു വാങ്ങിച്ചോളാം സാർ. പ്രൂഫ് ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോ നീ സത്യമല്ല ശിവയായിരിക്കും എന്നാ എന്റെ ഡൗട്ട്. അതിനും പ്രൂഫില്ല. കിട്ടില്ല സാർ. എന്ത് കിട്ടില്ല? അവ മോഷ്ടിച്ച പണോ? അല്ല സാർ, എന്റെ കയ്യിൽ പ്രൂഫ് ഇല്ലെന്നാ ഞാൻ പറഞ്ഞത് സാർ. അവൻ ശിവൻ, ഞാൻ സത്യ. അവൻ മോശക്കാരൻ, ഞാൻ നല്ലവനാ സാർ. ഞാൻ നല്ലവനാ സാർ. നീ എത്ര നല്ലവനാണെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇതെന്ത് കഷ്ടമാണ് സാർ. ചെയ്യുന്നില്ല അവനും പഴി കിട്ടുന്ന എനിക്ക്. നീ ആ വൈൻ ഷോപ്പ് പോയിട്ടെ എനിക്ക് ഒരു ബോട്ടിൽ സ്കോച്ച് വിസ്കി വാങ്ങിട്ട് വാ. എന്താണ് നോക്കുന്നത്? പോയി വാങ്ങിട്ട് വാ. ശരി സാർ. നോക്കി ഓടിക്കത് കോസ്റ്റ്ലി ബോട്ടിലാ. ഈ ബോട്ടിൽ എത്രയാ? 15 രൂപ സാർ. അവൻ ഇത് തന്നെ കൂടുതലാ. ഇനി നീ എന്തൊക്കെ പറഞ്ഞാലും ഈ ഫോറിൻ സാധനം ഫോറിൻ തന്നെ. ഒരു ലോക്കൽ ബ്രാൻഡ് ഇതാ, പെട്ടെന്ന് കിക്കാവണം. അല്ലടാ, നീ എത്ര കൊടുത്തതിന്? 350 രൂപ. 3500 രൂപ സാർ. അയ്യോ എടാ, നിന്നെ അവർ പറ്റിച്ചു. ഞാനായിരുന്നെങ്കിൽ 3000 രൂപയ്ക്ക് കിട്ടിയാണ്. എന്താ സാർ, നിങ്ങൾ പോലീസല്ലേ, നമുക്കൊക്കെ അങ്ങനെ കിട്ടുമോ? എന്ത് കമ്പാരിസൺ ആണ് സാർ? സാർ ലെഫ്റ്റ്. അതാ ലെഫ്റ്റ് പോവാ. ആരാ? നമസ്കാരം. നമസ്കാരം. താഴെ കാറിൽ ACP കിഷോർ സാറുണ്ട്. 10 മിനിറ്റിനകം വരുമെന്ന് പറയാൻ പറഞ്ഞു. അയ്യോ ദൈവമേ, ഇങ്ങനെ രാത്രിയിൽ വരില്ലെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുള്ളത് അവരോട്. എന്റെ അനിയത്തി ഇവിടെ ഉണ്ട്, നാളെ രാവിലെ വരാൻ പറയും പ്ലീസ്. ഞാനതെങ്ങനെ? നീ പോയി വണ്ടിയിലിരിക്കടാ. പ്രമിള വാ, നമുക്ക് കാല് പിടിക്കാൻ ഞാൻ. കാലൊന്നും പിടിക്കണ്ട, നീ ഇങ്ങോട്ട് വാ. പ്രമിള, നീ തന്നെ പറ. ഫോറിൻ സാധനം എന്ന് പറഞ്ഞാ ഫോറിൻ സാധനം. പ്രമിള വാടി, ഞാൻ നല്ല മൂഡിലാ. നമുക്ക് ഇവിടെ ആരാ ഉള്ളത്? ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, എനിക്കൊരു അനിയത്തിയുള്ള കാര്യം അവൾ പഠിച്ചോണ്ടിരിക്കുക. പ്രമിള, നിനക്ക് ഇത്രയൊരു കിളുന്ന അനിയത്തിയുള്ള കാര്യം നീ പറഞ്ഞില്ലല്ലോടി. കൊച്ചു കുട്ടിയാണെന്നാ പറഞ്ഞ? അവള് ചെറിയ കുട്ടിയാ. ചെറിയ കുട്ടിയാ? വാ നോക്കടി. വേണ്ട സർ, വേണ്ട സർ, കാല് പിടിക്കാൻ സർ.
റിവോൾവറിന്റെ ശബ്ദം പോലും കേൾക്കാത്ത വിധം നീ എന്ത് പാട്ടാണ് കേട്ടോണ്ടിരിക്കുന്നത്? നീ മാത്രമേ കേൾക്കാതുള്ളൂ, അവള് കേട്ടു. അവള് അടുത്ത മുറിയിൽ റെസ്റ്റ് എടുക്ക. ഇങ്ങോട്ട് വാടി, കൊച്ചു കുട്ടികളും നമസ്കാരം സർ. ഗുഡ് മോർണിംഗ് 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 സർ. സർ എന്താടാ എല്ലാരും ഇവിടെ മൂക്കുത്തി നിൽക്കുന്നത്? അത് സാർ എന്തിനാണോ മൂക്കുത്തിയത് അതിന് തന്നെ. നീ എന്താ പറഞ്ഞേ? അത് പിന്നെ സർ പോലീസ് സ്റ്റേഷൻ നാറുവാ സർ. സാധാരണ ജനങ്ങളെ ഇങ്ങനെ പറയുന്നത് ഇപ്പൊ നമുക്കും പറയേണ്ടി വന്നു. ഡ്രൈനേജ് പ്രോബ്ലം സർ. ഫോൺ വിളിച്ചിട്ടുണ്ട്, അവരിപ്പോ എത്തും സാർ. കോർപ്പറേഷൻ ലോഡ് വന്നിട്ടുണ്ട് സാർ. കൊള്ളാലോ, ഫയർ എഞ്ചിനേക്കാൾ ഫാസ്റ്റ് ആണല്ലോ സർ. നീ പോ. ഓക്കെ സർ. സർ സാറിന് നാറ്റൊന്നും അടിക്കുന്നില്ലേ? അടിക്കുന്നുണ്ട്. നീ പോ. ആ തെണ്ടിയുടെ മോൻ വാസന പോലും കിട്ടാത്ത തരത്തിൽ എന്റെ മൂക്ക് തകർത്ത് കളഞ്ഞു. വിടില്ല, എവിടെയാണെങ്കിലും വിടില്ല. നീ തന്നെയാണ് ശിവ. സത്യയെപ്പോലെ നീ ധരിച്ച കപ്പട്ട വേഷമെല്ലാം ഞാൻ തന്നെ പുറത്തു കൊണ്ടുവരണ. നീ കളിക്കാണല്ലടാ മോനെ.